വിട്ടപ്പം താൻ ഒരു മൊമെൻറ്റിൽ വീഞ്ഞിനകത്തൊക്കെ വീണുപോയ ഒരു വ്യക്തിയാണ്. ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെ കാണുന്നു, ഭയങ്കര ബലമുള്ള ഒരു പ്രവാചകൻ, അനേക ബാലിൻ്റെ പ്രവാചകന്മാരുടെ ഒക്കെ മുന്നേ ഒറ്റയ്ക്ക് ദൈവത്തെ ഉയർത്തി നിന്ന പ്രവാചകൻ എന്ന ഒരു സ്ത്രീയുടെ വാക്കിൻ്റെ മുൻപിൽ തൻ്റെ ബലമൊക്കെയും ക്ഷയിച്ച് താൻ വീണുപോയ ഒരു പ്രവാചകനും കൂടെ ഏലിയാവ്, അല്ലയോ? ദാവീദിനെ കണ്ടാൽ താൻ പാപത്തിൽ വീണ ഒരു വ്യക്തി. അങ്ങനെ ബൈബിൾ മുഴുവനും നോക്കുമ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വീണുപോയ വ്യക്തികളെ നമുക്ക് കാണാം. എന്നാൽ അവരുടെയൊക്കെ പ്രത്യേകത, അവർ വീണുപോയ ഇടത്ത് അവർ തീർന്നില്ല, അവർ ദൈവത്തിൽ ആശ്രയിച്ചു, അവരവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനത്തെ വ്യക്തികളെ നോക്കി ആ ബൈബിള് പഠിപ്പിക്കുന്നത് ഇവർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പലരും വർഷങ്ങളായിട്ട് വിശ്വാസത്തിലാണെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ വീണ് പോയിട്ടുണ്ട്. വിശ്വാസത്തിലൊക്കെ നമ്മളൊക്കെ ഒന്ന് പതറിപ്പോയിട്ടുണ്ട്, ഒന്ന് വീണിട്ടുണ്ട്. ദൈവമേ എന്നെ മറന്നു എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കരയുന്ന സാഹചര്യങ്ങളും അല്ലയോ എല്ലാം തീർന്നു എന്ന് ഓർക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ആ സാഹചര്യത്തിൽ നിങ്ങൾ വീണു പോയിട്ടില്ലെങ്കിൽ, എന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു ഭാഗ്യവാനാണ്. കാരണം ബൈബിള് നമ്മളെ കുറിച്ച് പറയുന്നു നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ, ദൈവത്തിൽ ബലമുള്ള മനുഷ്യൻ, അവൻ ഭാഗ്യവാനാണ്. ഇന്ന് ആ ഭാഗ്യവാൻ, ആ ബലപ്പെടുന്ന അല്ലെ ദൈവത്തിൽ ബലമർപ്പിക്കുന്ന വ്യക്തികളുടെ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ ബലപ്പെടാം എന്നുള്ള 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് നമുക്ക് ബലം വേണ്ടുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ കൃപാസനത്തോട് അടുത്ത് ചെല്ലാനാണ് പറഞ്ഞത്, അല്ലേ? അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സിറ്റുവേഷനിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് ഏത് സഹായമാണെന്നോ നമുക്ക് വേണ്ടി, നമുക്ക് പറ്റാത്ത ഏത് കാര്യമാണെങ്കിലും ഇന്ന സിറ്റുവേഷനിൽ മാത്രമേ ദൈവം സഹായിക്കൂ എന്നല്ല, നമുക്ക് പറ്റാത്ത എല്ലാ കാര്യത്തിനകത്തും തക്ക സമയത്ത് നമ്മളെ സഹായിക്കുവാൻ ഉള്ള കൃപ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ദൈവം എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കൃപാസനത്തോടൊന്ന് അടുത്താൽ മതി. നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കുവാനും സർവശക്തനായ ദൈവം ഇന്നും ജീവനോടെ നമ്മുടെ കൂടെ, ശക്തിയുള്ള ദൈവം, ശക്തിമാനായ ദൈവം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറയുന്ന ഒരു വാക്ക്, അത്യുന്നതനായ ദൈവമാണ്, സകലത്തിനും മീതെ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ പോലെ തുല്യനായിട്ട് വേറെ ആരുമില്ല. ഇത്രയും വലിയ ദൈവത്തിന് മുൻപിൽ നമ്മൾ ഇരിക്കുമ്പം നിസ്സാരമായ കാര്യത്തെയൊക്കെ നോക്കി പലപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പം പറയണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നെ ഒത്തിരി അധികം ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ശക്തിമാനായ ദൈവത്തിന് എൻ്റെ കാര്യങ്ങൾക്കകത്തൊരു ക്രമീകരണം വരുത്തുവാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്ന ജനത്തെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബലം വെളിപ്പെട്ട് വരുന്ന എപ്പോഴാണെന്നറിയുമോ? നമ്മുടെ കഷ്ടതയ്ക്കകത്ത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാം. അതിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കിയ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു സഭയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ദൈവസഭ, വിശ്വാസികളുടെ കൂട്ടം, ഒത്തിരി വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധി എന്തുവാണെന്നറിയാമോ? 9-ാമത്തെ അധ്യായം തുടങ്ങുന്ന ആദ്യത്തെ 2 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഷൗൽ എന്ന പേരുള്ളൊരു വ്യക്തി ഈ ജനത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടി അധികാരപത്രവുമായിട്ട് ഭയങ്കര ധൈര്യത്തോടെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അധികാരം കയ്യിലെടുത്തുകൊണ്ട് ദൈവജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, ഇല്ലാതാക്കുവാൻ വേണ്ടി, ഭയങ്കരമായിട്ട് ജനത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അന്ന് സഭ പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്നത്. ഭയങ്കര അനുഗ്രഹത്തിലോ സ്വസ്ഥതയിലോ സമാധാനത്തിലോ അല്ല, പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്നത്. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം ആ ഷൗൽ എന്ന വ്യക്തിയെ ഒന്ന് തൊട്ടു. ആ വ്യക്തിയെ തൊട്ടതോടുകൂടെ സഭയിൽ വന്ന മാറ്റമാണ് ഈ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവിടെ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സഭയിൽ സമാധാനമുണ്ടായി, അവരെ ദൈവം അനുഗ്രഹിച്ചു, അവർ പെരുകി എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അവർക്ക് സമാധാനമുണ്ടായി, they were strengthened
സ്ട്രെങ്തൻഡ് എന്ന് വെച്ചാൽ ദൈവം അവരെ ബലപ്പെടുത്തി. അപ്പം ബലപ്പെടുന്നത് എപ്പോഴാ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പ്രതിസന്ധി വരുമ്പോഴേ നമ്മുടെ ബലം എന്തെന്നും നമ്മൾ ആരിൽ ആശ്രയിക്കുന്നതെന്നും നമ്മളെങ്ങനെ ദൈവം ബലപ്പെടുത്തുന്നതെന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ബലപ്പെടുന്നത് എപ്പോഴാണ്? പ്രതിസന്ധിയുടെ നടുവിലാണ്, ഒരു പ്രയാസത്തിൻ്റെ നടുവിലാണ്. അത് സാധാരണ ഒരു പ്രയാസമാകണമെന്നില്ല, ഭയങ്കര ക്രൂരമായ പീഡനത്തിൻ്റെ നടുവിലായിരിക്കാം ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് ബലപ്പെട്ട് വരുന്നത്. ഈ സഭയെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു. ഒത്തിരി വലിയൊരു ഒരു 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 പ്രതിസന്ധി വന്നപ്പം അതിൻ്റെ നടുവിൽ അവർ ദൈവസഭയും ആ ദൈവമക്കളുടെ കൂട്ടവും അവരനുഭവിച്ചത് ഒരു സമാധാനമാണ്. അത് വെറും സമാധാനം മാത്രമല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെ ദൈവത്താൽ ബലപ്പെട്ടു, അവരെ ദൈവം ബലപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഭ പെരുകി എന്ന് വെച്ചാൽ ആ പ്രതിസന്ധിക്കകത്തും ആ പ്രതികൂലത്തിനകത്തും അവരുടെ എണ്ണം കുറഞ്ഞില്ല, അവരുടെ എണ്ണം വർദ്ധിച്ചതേ ഉള്ളൂ. അവരുടെ നന്മ കുറഞ്ഞില്ല, അവർ അനുഗ്രഹം പ്രാപിച്ചതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇന്നത്തെ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ ഒരു വാക്കാണ്, ഞങ്ങളുടെ ചർച്ചിൽ ആൾക്കാരൊന്നും ഒത്തിരി ഇല്ല, ചെറിയൊരു ചർച്ചാണ്, കുറച്ച് ഫാമിലീസേ ഉള്ളൂ. എന്നാൽ ഒത്തിരി വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധിക്കകത്തും ആൾക്കാരുടെ എണ്ണം ഒന്നും കൂടിയില്ല എങ്കിലും ഞങ്ങൾ ആത്മീകമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പം ഞങ്ങളിലെ ഓരോരുത്തരും ആത്മീകമായ നിലവാരത്തിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഏത് ലെവലിലായിരുന്നോ ഇന്ന് ആ ഒരു കുഞ്ഞ് പോലും ആ ലെവലിലല്ല. ഒരു കുഞ്ഞിനെ പോലും വിടാതെ സകലരും ആത്മീകമായി ദൈവം ഓരോരുത്തരെയും ഓരോ രീതിയിൽ പണിത് ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ ബലപ്പെടുത്തുന്നതാ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും. പ്രതികൂലത്തിൻ്റെ നടുവിൽ വളർത്തുന്നതാ, അതിനെയാ പറയുന്നത് ദൈവം ബലപ്പെടുത്തിയെന്ന്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പ്രതികൂലത്തിൻ്റെ നടുവിലും നന്മയൊക്കെ, ഭൗതികമായ നന്മ കുറഞ്ഞാലും ആത്മീകമായ നന്മകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഇവൻ്റെ ബലം ദൈവത്തിലാണ്, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഇവൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ദൈവസഭയെ ഉപദ്രവിക്കാൻ വന്ന ശൗലിനെ കുറിച്ച് പോലും അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിട്ടുണ്ട്. ശൗലോ മേൽക്കുമേൽ ബലം പ്രാപിച്ചു എന്ന ആ പുസ്തകത്തിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ആ സങ്കീർത്തനം നമ്മൾ വായിച്ചതിനകത്ത് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോഴും അതേ വാക്ക് എഴുതിയിട്ടുള്ള ഈ ഭാഗ്യവാന്മാരെ കുറിച്ച് എഴുതിയിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ കണ്ണുനീരിൻ്റെ ആ ഒരു താഴ്വരയിലൂടെ ഒക്കെ പോയാലും അവരത് ജലാശയമാക്കി മാറ്റും, അത് അവർക്ക് അനുഗ്രഹപൂർണ്ണമാകും. എന്ന് വെച്ചാൽ ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിലും അത് അവർക്കൊരു നന്മയാക്കി ദൈവം മാറ്റും എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ പറയുന്നത്, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അപ്പം ദൈവത്തിൽ ബലം ഉള്ള വ്യക്തികളുടെ ഒരു ക്വാളിറ്റിയാണ്, അവരെന്നും ഒരു ലെവലിൽ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ആത്മീകമായിട്ട് അവരെന്നും ഒരേ ലെവലിൽ ഇങ്ങനെ അങ്ങ് സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഒരു അനക്കവുമില്ലാതെ ഒരിക്കലും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇങ്ങനെ ഇരുന്ന് പോകത്തില്ല. അവരുടെ ലെവലൊക്കെ മാറി മാറി വരും. അവർ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും, അല്ലയോ, ബലത്തിന് മേൽ ബലം പ്രാപിക്കും. പിന്നെയും പിന്നെയും കൃപയിലോട്ട് അവരിങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. അതാ പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സഭയ്ക്കകത്ത് പ്രതികൂലം വന്നപ്പോൾ സഭയെ ദൈവം അനുഗ്രഹിച്ചപ്പം ശൗലിനൊരു കാര്യം പിടികിട്ടി, ഞാൻ തകർക്കാൻ പോയെങ്കിലും ദൈവം ഇവരെ അങ്ങ് അനുഗ്രഹിച്ചു, ഒത്തിരി അധികം അനുഗ്രഹിച്ചു. പിന്നത്തേതിൽ താൻ പൗലോസായപ്പം താൻ ലേഖനങ്ങൾ എഴുതി, എല്ലാ ലേഖനത്തിനകത്തും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ബലപ്പെടുത്തുന്ന ശക്തിയെക്കുറിച്ച് താൻ പല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് ജയിലിൽ കിടക്കുക, എന്നാലും പൗലോസ് ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജയിലിൽ കിടക്കുവാണെങ്കിലും ലെറ്റർ എഴുതുമ്പോൾ പൗലോസ് പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രത്യേകത അത് അളവില്ലാത്ത ശക്തിയാണ്, അതിനൊരു ലിമിറ്റില്ല, മനുഷ്യന് ലിമിറ്റ് വെക്കാൻ പറ്റാത്ത, നമുക്കൊന്നും ചിന്തിക്കാവുന്നതിലും അധികമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ഇത് പൗലോസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്, ബലം ദൈവത്തിലാണെങ്കിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ ഒരു കരമുണ്ട്. ആ ശക്തിപ്പെടുത്തുന്ന വഴികളൊന്നും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലല്ല, അത് അത്യുന്നതനായ ദൈവം തൻ്റെ ശക്തിയുടെ വലിപ്പത്തിൽ നമ്മളെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ മകനായ തിമത്യോസെ, ക്രിസ്തുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. അപ്പോൾ പൗലോസ് ഓരോ ലെറ്റർ എഴുതുമ്പോഴും സഭയെ നോക്കി പറയുക, അളവില്ലാത്ത ശക്തി അത്യുന്നതനായ ദൈവത്തിൻ്റെ കയ്യിലുള്ളത്,
ആ ശക്തിയിൽ നിങ്ങളൊന്ന് ബലപ്പെടണം. തിമോത്തിയോസിനോട് പറയും, ആ കൃപയിൽ നീ അങ്ങ് ബലപ്പെട്ടോണം. വേറെ ആരും ബലപ്പെടുത്താൻ വരത്തില്ല, ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ നീ അങ്ങ് ബലപ്പെട്ടോണം. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സ്വയം അങ്ങ് ശക്തിപ്പെടാനാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ശക്തി അനുഭവിച്ച പൗലോസ് ദൈവജനത്തെ നോക്കി പറയുക, നമ്മുടെ ബലം എവിടെ ആയിരിക്കണം? ആ ബലത്തിൻ്റെ ഉറവിടം ആരായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം നോക്കി നമ്മൾ ആരും ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ. ഓരോ സാഹചര്യം മാറി 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 വരുമ്പം ആ പ്രോബ്ലംസിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കൂടി 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 വരുമ്പം വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് പോലും ഭയങ്കര പാടായിട്ട് വരുന്ന ഒരു സാഹചര്യം ഇന്ന് ചുറ്റും നോക്കിയാൽ നമ്മളെയൊക്കെ വിശ്വാസത്തിൽ ചിലപ്പോൾ കൈ പിടിച്ച് ഉയർത്തിയവരെ പോലും നമുക്കിന്ന് നോക്കാനോ അല്ലയോ ഭയങ്കരമായിട്ട് അവരെ ട്രസ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പം ഒരു കാര്യം ദൈവജനത്തെ നോക്കി ഞാൻ പറയും, നമ്മുടെ ബലം മനുഷ്യനിലായിരിക്കരുത്. നാം മനുഷ്യനിൽ നിന്ന് കേട്ടതിലോ മനുഷ്യനിലോ നമ്മുടെ ധനത്തിലോ നമ്മളിലുള്ള ഒരു ക്വാളിറ്റിയിലും നമ്മൾ ബലം അർപ്പിക്കാതെ സർവശക്തനായ ദൈവത്തിൽ, വിളിച്ച ദൈവത്തിൽ മാത്രം നമ്മുടെ ബലം അങ്ങ് നമ്മുടെ റൂട്ട് അങ്ങ് ക്രിസ്തുവിലായിരിക്കട്ടെ. അങ്ങ് ഉറച്ച് വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ ഒക്കെയും ബലപ്പെടുത്തട്ടെ. ഇങ്ങനെ ദൈവത്തെ മാത്രം നോക്കിയിരിക്കുന്ന വ്യക്തി 3 തരത്തിൽ ഇങ്ങനത്തെ ഭക്തന്മാർ, ഇങ്ങനത്തെ ദൈവജനത്തെ 3 തരത്തിലാണ് ദൈവം ബലപ്പെടുത്തുന്നത്. 3 രീതിയിൽ, 3 സ്റ്റേജസ് ആയിട്ടാണ് ദൈവം അവരെ ബലപ്പെടുത്തുന്നത്. ഓരോ സ്റ്റേജായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം ഒരു വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 3, 4, 5 വാക്യങ്ങൾ. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്കു താങ്ങി, തുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. ഇയ്യോബ് തന്റെ കഷ്ടതയിലായപ്പം ഭയങ്കര നീതിമാനായ വ്യക്തിയാ, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാ. താൻ കഷ്ടത്തിലായപ്പോൾ സഹായിക്കാനല്ലേ ആശ്വസിപ്പിക്കാൻ കൂടെ വന്ന സഹോദരന്മാരായി പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്. നീ അനേകരെ ബലപ്പെടുത്തി, നീ അനേകരെ ആശ്വസിപ്പിച്ചു, നീ അനേകരുടെ കാലുകളെയും കൈകളെയും ഒക്കെ നീ താങ്ങി, അവരൊക്കെ നീ ബലപ്പെടുത്തി. ഇന്ന് നിനക്കിത് ഭവിച്ചപ്പോൾ എന്ത് പറ്റി? പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ പലരെയും നോക്കി ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലയോ വിശ്വാസികൾ എന്ന ലേബലിൽ നാം നിൽക്കുമ്പം നമ്മളെ ചുറ്റും നിൽക്കുന്ന ഒത്തിരിയും ആൾക്കാർ ഈ ദിവസങ്ങളിലൊക്കെയും, ഇന്ന് മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് ചുറ്റുമുള്ള ആൾക്കാർ ഇന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വാക്കുകൾ കൊണ്ട് പലരെയും ബലപ്പെടുത്തി, നിങ്ങൾ അനേകരെ ആശ്വസിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മറ്റുള്ളവരെ താങ്ങി, മറ്റുള്ളവരെ ബലപ്പെടുത്തി, നിങ്ങൾക്കിതെന്തുകൊണ്ട് ഭവിച്ചു? നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വീണുപോയി? പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് താന്നിരിക്കുമ്പം ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ കാതുകളിൽ വരാം. പ്രൈസ് ദി ലോർഡ്. ഇത് സാധാരണ ഏത് വിശ്വാസിയും കേൾക്കുന്ന ഒരു വാക്കാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളൊക്കെ സൺഡേ ആലയത്തിൽ ചെല്ലുമ്പം ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര വിശ്വാസമാണ്. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പലപ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, പ്രസംഗിക്കുമ്പം ഭയങ്കര വിശ്വാസം, ഭയങ്കര ധൈര്യം, മറ്റുള്ളവരെ അങ്ങ് ബലപ്പെടുത്തുക. എന്നാൽ സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മളങ്ങ് കരഞ്ഞു പോകും, അങ്ങ് വീണു പോകുക. ദൈവം എന്തിയെ അങ്ങയുടെ മുഖം മറച്ചോ, ദൈവം എന്നെ സഹായിക്കാതിരിക്കുന്നത് എന്തെന്നുള്ള ചോദ്യങ്ങളും അവിശ്വാസത്തിന്റെ ഒക്കെയും പലപ്പോഴും നമ്മുടെ നാവിന്മേൽ വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളവർ പലരും, നമ്മുടെ കൂട്ട സഹോദരന്മാർ പോലും, നമ്മുടെ കൂടെ ആരാധിച്ചവർ പോലും, വിശ്വാസികൾ പോലും, നമ്മുടെ റിലേറ്റീവ്സ് പോലും നമ്മളോടൊക്കെ ചോദിക്കുന്ന വാക്കാണ്, നീ പലരെയും ആശ്വസിപ്പിച്ചു, ഇന്ന് എന്ത് പറ്റി? എന്നാൽ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഒരു വിശ്വാസി എങ്ങനെയാ ദൈവത്തിൽ ബലപ്പെടുന്നത്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാമല്ലോ. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം ചാപ്റ്റർ 30 വേഴ്സ് 6. ദാവീദ് വലിയ കഷ്ടത്തിലായി, ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു.
നോക്കി അവിടെ ദാവീദിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് ഒരു യുദ്ധം കഴിഞ്ഞൊക്കെ വരുവാ, സിക്ലാഗിൽ എത്തിയപ്പം താൻ കാണുന്നു അമാലേക്ക് തനിക്കുള്ളത് സകലത്തെയും കൊണ്ടുപോയി, അല്ലയോ തൻ്റെ കുടുംബത്തെയും തനിക്കുള്ള നന്മകളെ എല്ലാത്തിനെയും കൊണ്ടുപോയി, ഒന്നും മീതയില്ലാത്ത രീതിയിൽ അവരെ കൊള്ളയടിച്ച് അവർക്കുള്ള സകലത്തിനെയും കൊണ്ട് പോയപ്പം കൂടെ നിന്ന കൂട്ടു സഹോദരരാ അവരെങ്ങനെ ഇപ്പം നിൽക്കുന്ന കല്ലും കൊണ്ടാ, കയ്യിൽ കല്ലെടുത്തുകൊണ്ട് അവർ നിൽക്കുക. അവിടെ ദാവീദ് അങ്ങ് വീണുപോയി. ഒരു മൊമെന്റിൽ ദാവീദ് അവിടെ വീണു, അല്ലെങ്കിൽ ദാവീദ് വലിയ കഷ്ടത്തിലായെന്ന. എനിക്ക് മലയാളത്തിലെ വാക്യങ്ങൾ ഒത്തിരി ഇഷ്ടം, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ദാവീദ് വലിയ കഷ്ടത്തിലായി, നമ്മളെ പോലൊക്കെ ഒത്തിരി കഷ്ടത്തിലായി. എന്നാൽ ആ ഭക്തന്റെ ആ ക്വാളിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താൻ കഷ്ടത്തിലായി, ശരിയാ. എന്നാൽ അടുത്ത വാക്യം പറഞ്ഞു, ദാവീദോ തന്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്വയം അങ്ങ് ധൈര്യപ്പെടുക, അല്ലയോ. ഒരു പുരോഹിതൻ വന്ന് ഇപ്പോൾ എൻ്റെ തലയിൽ കൈവെക്കും എന്നൊന്നും നോക്കിയിരുന്നില്ല. നമ്മളൊക്കെ പലരും ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും ഓരോ പ്രയാസം വരുമ്പോഴും മനുഷ്യൻ നമുക്ക് എതിരായിട്ട് എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ രീതി അങ്ങ് മാറും. നമ്മൾ അവിടെ ക്ഷീണിച്ചിരിക്കും. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഒരു ദൈവദാസൻ വന്ന് എൻ്റെ തലയിലൊന്ന് കൈവച്ചായിരുന്നെങ്കിൽ, എന്നോടൊന്ന് ദൂത് പറഞ്ഞായിരുന്നെങ്കിൽ, ഒരു പ്രവചന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയ, നമ്മുടെ ചിന്തയൊക്കെ ഇങ്ങനാ. എന്നാൽ ദൈവ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബലം ദൈവത്തിലാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി എന്തായിരിക്കണം? ആ കഷ്ടതയുടെ നടുവിലും സ്വയമായിട്ട് ദൈവത്തിലൊന്ന് ബലപ്പെടാൻ, ഒന്ന് ധൈര്യപ്പെടുവാൻ നാം പഠിച്ചേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ, ഇന്നായിരിക്കുന്ന ഈ ജനറേഷനകത്ത് വേറൊരാൾ വന്ന് എന്നെ ആത്മീകമായിട്ട് ബലപ്പെടുത്തുമെന്ന് നോക്കിയിരിക്കരുത്. വേറൊരാൾ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എന്നെ ബലപ്പെടുത്തും അതൊന്നും നോക്കിയിരിക്കരുത്. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ സമയമല്ല. ഇന്ന് കാലമൊക്കെ കഴിയാറായി, അവസാനമാണ്. ഇന്ന് ഒരാൾ വന്ന് എന്നെ ബലപ്പെടുത്തുമെന്ന് നോക്കിയിരിക്കരുത്. ദാവീദിനെ പോലെ സ്വയം എഴുന്നേറ്റ്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടെന്ന് പറഞ്ഞതുപോലെ സ്വയം ഒന്ന് ധൈര്യപ്പെടുവാനുള്ള കൃപ പ്രാപിക്കുവാൻ, അതാ പറയുന്നത്, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ, അല്ലേ? അതാ ദൈവം നമുക്ക് തരുന്നത്. ദാവീദ് ആ മൊമെന്റിൽ വലിയ കഷ്ടത്തിലായെന്നൊക്കെ പറഞ്ഞെങ്കിലും, കരഞ്ഞെങ്കിലും, വീണെങ്കിലും, ദാവീദ് അവിടെ ചെയ്തൊരു കാര്യം, ദൈവത്തിൽ സ്വയമായിട്ട് അങ്ങ് ധൈര്യപ്പെട്ടു. അതുകൊണ്ട് പല സങ്കീർത്തനങ്ങൾക്കകത്തും, ദാവീദിന്റെ സങ്കീർത്തനം മാത്രമല്ല, പല സങ്കീർത്തനങ്ങൾക്കകത്തും ഈ ഒരു വാക്യം പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, അല്ലയോ? സ്വയം അങ്ങ് നമ്മളോട് തന്നെ അങ്ങ് പറയും, നീ എന്തിനാ ഉള്ളിൽ വിഷാദിച്ച്, നീ എന്തിനാ ഇങ്ങനെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിയിരിക്കുന്നത്? യഹോവയിലൊന്ന് പ്രത്യാശ വെച്ച് ഒന്ന് എഴുന്നേറ്റ് എന്ന് ഈ ദിവസങ്ങളിൽ സ്വയമായിട്ടൊന്ന് പറയുവാൻ നാം പഠിച്ചേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ, ഈ വർഷത്തിൻ്റെ 6 മാസവും എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ കഷ്ടത അങ്ങേയറ്റം, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി 4 സൈഡിൽ നിന്നും കഷ്ടതയുടെ നടുവിലാണ് ഈ 6 മാസവും ഞാൻ നിന്നത്. വേറൊരു വ്യക്തിയോട് പറയാൻ പറ്റാത്ത 4 സൈഡിൽ നിന്നും പല സിറ്റുവേഷൻസ്, പല ഭാരങ്ങൾ ഒന്നിച്ച് തിരമാല പോലെ അടിച്ചുയർന്ന ഒരു വർഷമാണ് ഈ 6 മാസവും. പല സാറ്റർഡേയ്സിലും ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. മുഴുവൻ ദിവസവും ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ക്ഷീണിച്ച് അങ്ങ് തളർന്ന് കിടക്കും, ദൈവം എന്നെ വിട്ടു എന്നൊക്കെ ഓർക്കും. എന്നാലും വൈകിട്ടാകുമ്പോൾ പിന്നെയും തന്നെ അങ്ങ് എഴുന്നേൽക്കും. വേറെ ആരും സഹായിക്കാൻ വരത്തില്ല, വേറെ ആരും പ്രാർത്ഥിക്കാനോ ബലപ്പെടുത്താനോ തലേ കൈവെക്കാനോ ദൈവദാസന്മാരൊന്നും വരത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്വയം ഒന്ന് എഴുന്നേറ്റാലേ ഒക്കൂ. സ്വയം ഒന്ന് എഴുന്നേറ്റ്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, അത്യുന്നതനായ ദൈവമല്ലയോ എൻ്റെ പിതാവെന്ന് ചോദിച്ചുകൊണ്ട് സ്വയം ബലപ്പെട്ട് എഴുന്നേൽക്കുവാനൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ എന്നെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, അത് നമ്മുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാ. എന്നാൽ കഷ്ടതയുടെ നടുവിലും തീച്ചുളയ്ക്കകത്ത് നിൽക്കുമ്പോഴും വീഴുന്നത് അത് നാച്ചുറലാണ്. ദാവീദും പറഞ്ഞു, ഞാൻ ഒത്തിരി കഷ്ടത്തിലായി, വീണു, തകർന്നു. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്, ദാവീദ് പുരോഹിതനോട് പറയാം, നീ ഏഫോദ് എടുത്തോണ്ട് വാ, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. ദാവീദ് ഒരു പുരോഹിതനെ തപ്പിപ്പോയില്ല, ഒരു പ്രവാചകനെ തപ്പാൻ പോയില്ല. ദാവീദ് അവിടെ കുത്തിയിരുന്ന് മുട്ടുമടക്കി ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന ദൈവം പറഞ്ഞു താ. അവിടെ നിന്ന് ദൈവത്തോട് സ്വയം ചോദിച്ച് മേടിച്ച് ബലപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ദാവീദിനെ നമുക്ക് കാണാം. അപ്പൊ ഭക്തൻ എങ്ങനെയാ ബലപ്പെടുന്നത്? സ്വയമായിട്ട്, മറ്റാരും വന്ന് ബലപ്പെടുത്തുവല്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ സ്വയമായിട്ടൊന്ന് നമ്മളോട് തന്നെ പറയണം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിനാ? ഇന്ന് ഞാൻ വെറുതെ പറയുവല്ല, ചിലരോടൊക്കെ ഞാൻ നോക്കി പറയുന്നു, സ്വയമായിട്ട് ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പറയണം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിലൊന്ന് പ്രത്യാശ വെച്ച് എന്ന് സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വഴക്ക് പറഞ്ഞൊന്ന് അടക്കി
ബലപ്പെടുത്തിയിരുത്തുവാനും ഈ ദിവസങ്ങളിൽ പഠിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മൾ വീട് പോകുമ്പോൾ നമ്മുടെ കാതിൽ മുഴങ്ങുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ നമ്മൾ അടക്കി കളയാതെ ആ ശബ്ദത്തിനനുസരിച്ച് ദൈവനാമത്തിൽ എഴുന്നേറ്റ് നിന്ന് ചിലതിനെയൊക്കെ കൽപ്പിച്ച്, നമ്മുടെ വാക്കുകളാൽ കൽപ്പിച്ച് അടക്കുവാനുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് ആ കഷ്ടതയ്ക്കകത്തുനിന്ന് ബലം പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ ദൈവജനത്തെ നോക്കി ഞാൻ സ്നേഹത്തിൽ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് പിന്നെയും ഞാൻ എടുത്തു പറയട്ടെ, ഒരാൾ വരെ എൻ്റെ തലയിൽ കൈവെക്കും എന്നെ ബലപ്പെടുത്തുമെന്ന് നോക്കിയിരിക്കരുത്. നമ്മുടെ കഷ്ടതയിൽ നാം പ്രാർത്ഥിച്ച് ദൈവത്തോട് മറുപടി ചോദിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെട്ടിട്ട് എഴുന്നേൽക്കാം. നാം ആയിരിക്കുന്ന വിഷയത്തിനകത്ത് മുട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ കരഞ്ഞാലും സാരമില്ല, വീണാലും കുഴപ്പമില്ല, എഴുന്നേൽക്കുന്നത് ബലത്തോടായിരിക്കണം. ദാവീദിനെ പോലെ ദൈവത്തിൽ സ്വയമായിട്ടൊന്ന് ബലപ്പെട്ട് ഒന്ന് ധൈര്യപ്പെട്ട് എഴുന്നേൽക്കുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കട്ടെ. അപ്പൊ ആദ്യം ഒരു ഭക്തൻ വീഴുമ്പം താൻ ബലപ്പെടുന്നത് എങ്ങനെ? സ്വയം തൻ്റെ ആത്മാവിനോട് പറയുക, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങരുത്, നീ യഹോവയിലൊന്ന് പ്രത്യാശ വെക്കുക. ഈ ദിവസങ്ങളിൽ സ്വയമായിട്ട് ബലപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2, ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. പലപ്പോഴും കഷ്ടതയുടെ ആ തീവ്രത കൂടി വരുമ്പം നമ്മളെ തന്നെ നമുക്കങ്ങ് ബലപ്പെടുത്തി ഇരുത്തുവാൻ പലപ്പോഴും പറ്റത്തില്ലായിരിക്കാം. ചിലപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് ബലപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം ദൈവം ബലപ്പെടുത്തുന്ന ഒരു വിധമുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 10 വേഴ്സ് 18. Daniel 18. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. മതി, ഏറ്റവും പ്രിയ പുരുഷ. മതി. അവിടെ ഇങ്ങനെ കാണാൻ നമുക്ക് ദാനിയലിനെ കുറിച്ചാണ് കാണുന്നത്. ദാനിയൽ കഷ്ടത്തിലല്ല അവിടെ ഇരിക്കുന്നത്. ദാനിയൽ ദൈവത്തോട് ചിലതൊക്കെ ചോദിച്ചൊരു മറുപടിക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ വാക്യം ഇങ്ങനെ പറയുന്നു, തന്നെ ബലപ്പെടുത്തുവാനും തനിക്ക് ദർശനങ്ങളെ കാണിച്ചു കൊടുക്കുവാനും ആ ദർശനങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും ദൈവം തൻ്റെ ദൂതനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നാൽ ദാനിയൽ അവിടെ പേടിച്ചൊന്ന് വീണുപോയ ഒരു മൊമെന്റ് അവിടെ ഉണ്ട്. ആ വീണുപോയ എടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്നൊന്ന് തട്ടി. വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ദൂതൻ വന്നൊന്ന് തട്ടിയപ്പം താൻ ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് സ്വയമായിട്ട് ബലപ്പെടുവാനോ ധൈര്യപ്പെടുവാനോ ചിലപ്പം ഒക്കത്തില്ലായിരിക്കാം. കാരണം നമ്മൾ മനുഷ്യരാ, പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ വീണു പോകാറുണ്ട്. എന്നാൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കി, യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പം താൻ ഒറ്റയ്ക്ക്, താൻ മരണം കാത്താ കിടക്കുന്നത്. ചുറ്റും മരണവും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ തനിക്ക് പ്രത്യാശയുടെ ഒരു കാര്യവും തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ തനിക്കില്ല. അവിടെ തനിക്ക് സ്വയം ബലപ്പെടുന്നതിനെക്കാട്ടിലുപരിയായിട്ട് അവിടെ വാക്യം എങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നു. ഒരു മനുഷ്യനും കാണാത്ത ദർശനങ്ങളൊക്കെയും യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, വലിയൊരു യുദ്ധത്തിന് ശേഷം താൻ ഇറങ്ങി വന്നു. താൻ ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് കിടക്കുമ്പോൾ തൻ്റെ ബലമൊക്കെ അങ്ങ് ക്ഷയിച്ചു. താൻ ക്ഷീണിച്ചു. ഒരു വാക്കിൻ്റെ മുൻപിൽ തൻ്റെ വിശ്വാസവും തൻ്റെ ബലവും തൻ്റെ പ്രത്യാശ എവിടൊക്കെ ഒന്ന് ചോർന്നു പോയപ്പം അത് മാനുഷികമായിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ ഏലിയാവിൻ്റെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളും അങ്ങനെയൊക്കെ വീണ് പോകത്തേ ഉള്ളൂ. എന്നാൽ വീണെടുത്ത് കിടക്കുവാനല്ല, നമുക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കും. ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കുവാൻ. ഏലിയാവെ എഴുന്നേൽക്ക്, നിനക്ക് ഇനിയും ഒത്തിരി അധികം ദൂരം യാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞ് അന്ന് വേണ്ടുന്ന ബലത്തിനുള്ള അപ്പവും അന്നേരം ബലപ്പെടാൻ വേണ്ടുന്ന കാര്യങ്ങൾ കരങ്ങളിൽ കൊടുക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി അധികം ഹരാസ്മെന്റ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വിഷയം ഞാൻ ആരോടും പറഞ്ഞില്ല. വീട്ടിൽ ചിലപ്പോൾ എൻ്റെ പപ്പായോടും മമ്മിയോടും, അത് എക്സ്ട്രീം ആകുമ്പോൾ ഞാൻ പപ്പായോടും മമ്മിയോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം, അല്ല ഞാൻ പറയത്തില്ല. ഒത്തിരി ബുദ്ധിമുട്ടായി. ഈ പ്രെയർ ലൈനിലാണ് ഞാൻ ജോജു ബ്രദറിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ദേവദാസൻ എനിക്ക് വേണ്ടി ഞാൻ ഒരു മീറ്റിങ്ങിന് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ അല്ല, ഞാൻ ഇച്ചിരി ബിസിയാണ്. കാരണം ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി അധികം വർക്ക് ലോഡ് ഇട്ട് ഞാൻ ഒത്തിരി ബിസി ആയിരുന്നു. ഒത്തിരി ഹരാസ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഞാൻ ജോജു ബ്രദറിനോട് എൻ്റെ വർക്കിലെ ആ ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ
ദേവദാസൻ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇച്ചിരി ബിസിയാണ്, ജോലിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. താൻ എനിക്ക് വേണ്ടി ഉടനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു. അതിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച ആ വാക്ക് എന്നെ ഒത്തിരി അധികം ടച്ച് ചെയ്തു. ഞാൻ തിരിച്ച് ജോലിയിലോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ടത്. അതിനകത്ത് പ്രാർത്ഥിച്ച വാക്ക് ഇതായിരുന്നു, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല. ആ വാക്കിന്റെ മുൻപിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എന്നെ അറിയാത്തൊരു വ്യക്തി, എന്നെ കണ്ടിട്ട് പോലും ഇല്ല, എന്നാൽ എൻ്റെ സാഹചര്യം അനുസരിച്ച് ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആ വാക്കിനകത്ത് ദൈവം പ്രവർത്തിച്ചു. അന്ന് മുതൽ ആ വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിനകത്ത് കാല് വെച്ചു. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും, പിന്നീട് പപ്പ ചർച്ചിൽ ഈ വിഷയം പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചു. പലരുടെയും പ്രാർത്ഥനാ വാക്കുകൾ, ഓരോ വാക്യങ്ങൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വാക്യങ്ങൾ എൻ്റെ കാതിൽ മുഴങ്ങി. ഞാൻ ഓഫീസിൽ കാല് വെക്കുമ്പോൾ ഈ വാക്യങ്ങൾ എൻ്റെ ചെവിക്കകത്ത് മുഴങ്ങുന്നത്. ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ പറയും, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കാൻ ദൈവമല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന ഇടങ്ങൾ. എൻ്റെ ചർച്ചിലെ ഒരു ആൻറ്റി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായ അടച്ച ദൈവമേ, ആ വ്യക്തികളുടെ ഒക്കെ വായ അടയ്ക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാനിങ്ങനെ ആ കഷ്ടതയുടെ നടുവ് എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, ശത്രുക്കൾ പെരുകി, ഒന്നില്ല ശത്രുവിനെ മാറ്റണം, അല്ല എന്നെ ആ സ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റി എനിക്ക് വേണ്ടി പുതിയ വഴി തുറക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ മറുപടി കാണുമ്പോഴും എൻ്റെ ആ വിഷയത്തിന് മറുപടി കാണാതിരുന്നപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവഭക്തന്മാരുടെ ഒക്കെ പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കാണാൻ ദൈവം ഇടയാക്കി. ഇന്നും അലറുന്ന സിംഹം പോലെ ഓഫീസിൽ പലരും മുൻപോട്ട് വരുന്നുണ്ട്. ആ വരുന്ന മൊമെന്റിൽ അവരുടെ വാ അങ്ങ് അടഞ്ഞു പോകുന്നത്, എക്സാക്ട്ലി അവരുടെ വായ ആരോ ബന്ധിച്ചു വെക്കുന്നത് പോലെ, വാക്കുകൾ അവര് മറന്നു പോകുന്നത് പോലെ, ചിലതിൻ്റെയൊക്കെ വായ ദൈവം അടയ്ക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പറഞ്ഞത്, നമുക്ക് പറയാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ചിലതിന്റെ വായ അടപ്പിച്ചു കളയും. എന്നെ ഹരാസ് ചെയ്ത അതേ വാക്കുകൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്നെ ഹരാസ് ചെയ്ത വ്യക്തിക്കെതിരായിട്ട് പലരും പറയുന്നത് കേൾക്കുവാൻ സ്വർഗം ഇടയാക്കി. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ എന്തോ ഭയങ്കര കാര്യം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ ആ വിഷയത്തിൽ വീണുപോയി, ഞാൻ കരഞ്ഞു. എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടമുണ്ടായിരുന്നു. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും വാക്യങ്ങളും അതാണ് ഇവിടെ പ്രവർത്തിച്ചത്. ദൈവത്തിന് വചനത്തിനൊരു ശക്തിയുണ്ട് അല്ലേ? നമ്മൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഞാനിങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്കാണ്, ദാവീദിന്റെ കൈ കല്ലുണ്ടായിരുന്നു, മോശയുടെ കൈ വടിയുണ്ടായിരുന്നു, ഏലിയാവിന്റെ കൈ പുതപ്പുണ്ടായിരുന്നു. നമ്മുടെ കൈ കല്ലും വടിയും പുതപ്പൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാവിന്മേൽ ദൈവം ചില അധികാരങ്ങളെ വാക്യങ്ങൾ നമ്മൾ ഉരുവിടുമ്പം, ചിലത് നമ്മൾ ആത്മാവിൽ കയറി നിന്ന് കൽപ്പിക്കുമ്പം അത് എറിയേണ്ട ഇടത്ത് അത് കല്ലായി ചെന്നെത്തും, അത് വടിയായിട്ട് പ്രവർത്തിക്കും, അതൊരു പുതപ്പായിട്ട് പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിക്കും. ചിലപ്പം മാനുഷികമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഓഫീസിനകത്ത് ദൂതന്മാരുടെ വലിയൊരു കൂട്ടം എനിക്ക് വേണ്ടി ഇറങ്ങി നിന്ന് ചിലതിനെയൊക്കെ തൊടുന്നത് എനിക്കത് അനുഭവിക്കും. എൻ്റെ കണ്ണിന് ഞാൻ അത് കണ്ടില്ല എങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സ്വർഗം ഇടയാക്കി. എന്ന് വെച്ചാൽ ഒരു ഭക്തൻ ദൈവത്തിൽ എങ്ങനെയാണ് ബലപ്പെടുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പലപ്പോഴും നമുക്ക് സ്വയമായിട്ട് ബലപ്പെടാൻ പറ്റാതെ വരുന്ന ഇടങ്ങളിലൊക്കെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ കാണാം. ദൂതൻ ഒരു രാത്രിയും കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന ഒരു ഇൻസിഡന്റ് നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്. ആ വായിക്കുന്ന വാക്യത്തിന് മുൻപിൽ അതിന്റെ ഹിസ്റ്ററി ഇങ്ങനെ വായിക്കുന്ന, ഹിസ്കിയ രാജാവിനെതിരായിട്ട് ഒരു എഴുത്തുമായിട്ട് അല്ലെ റബ്ഷാക്കെ ഒരു എഴുത്തുമായിട്ട് വന്നു, ഈ രാജ്യത്തെയും രാജാവിനെയും നശിപ്പിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. ഹിസ്കിയ രാജാവ് ചെയ്തൊരു കാര്യം, ആ എഴുത്ത് ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് മുൻപോട്ട് ചെന്ന് അതിനെ ഒന്ന് വിരിച്ചു, ആ എഴുത്തിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ദൈവം തന്റെ ദൂതനെ ഇറക്കി. ഒറ്റ രാത്രിയും കൊണ്ട് ആ ഒരു രാജ്യത്തിന് വേണ്ടുന്ന വിടുതൽ ഒരു ദൂതനെ ഇറങ്ങിയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂതനെ കൊണ്ട് അത്രയും ചെയ്യുവാൻ കഴിയുമെങ്കിൽ നമ്മൾ പറയുന്നത്, ഇന്ന് സങ്കീർത്തനത്തിൽ ഞങ്ങളുടെ സഭയിൽ വായിച്ച സങ്കീർത്തനം 5-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ഇങ്ങനെ പറയുന്നു, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവ എന്ന് പറഞ്ഞ ദാവീദ് ദൈവത്തെ അഡ്രസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു രാജാവുണ്ട്, രാജാവുണ്ടെങ്കിൽ രാജാവിന് സൈന്യവുമുണ്ട്. ഒരു ദൂതൻ മാത്രമല്ല, ദൂതഗണങ്ങളാണ് നമുക്കുള്ളത്. ആ ദൂതന്മാരുടെ സൈന്യം മുഴുവനും
അയ്യോ നമ്മുടെ രാജാവാണെങ്കിൽ, നമ്മൾ ആ രാജാവിൻ്റെ മക്കളാണെങ്കിൽ, നമ്മളൊക്കെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കായിരിക്കും ഇങ്ങനെ പറയും, ഞാൻ സാധാരണ വ്യക്തിയല്ല, ഞാനൊരു പ്രിൻസസ്സാ, അത്യുന്നതനായ രാജാവിൻ്റെ ഞാൻ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു പ്രിൻസസ്സാണ്, ഞാൻ സാധാരണക്കാരിയല്ല. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ദൂത സൈന്യം മുഴുവനും എനിക്ക് ചുറ്റിനുമുണ്ട്. അതെൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൂതന്മാർ നമുക്ക് വേണ്ടി കരുതുന്നത് കാണുവാൻ സ്വർഗമിടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഹൈവേയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഒത്തിരി ദൂരമാണ്, എന്നും ഓരോ ആക്സിഡൻസ് കാണാം. എന്നാൽ എത്രയോ പ്രാവശ്യം വണ്ടി ഓടിച്ചു പോകും, എന്നെ എതിരായിട്ട് വരുന്ന വണ്ടികളൊക്കെ, ഇടിക്കാൻ വരുന്ന വണ്ടികളൊക്കെ സ്വർഗം മാറ്റിവിടുന്നത്, എൻ്റെ അവരെങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല, മാറ്റിവിടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സ്വർഗം ഇടയാക്കിയിട്ടുണ്ട്. ദൂതനെ ഇറക്കി നമുക്ക് വേണ്ടി വേണ്ടുന്ന വഴികളൊക്കെയും, നമുക്ക് വേണ്ടി ചെന്ന് സംസാരിക്കേണ്ട ഇടത്തൊക്കെയും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഇടത്തൊക്കെയും ദൈവം തൻ്റെ ദൂതനെയും അയക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭക്തനെ ദൈവം ബലപ്പെടുത്തുന്നത്, സ്വയം ബലപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ വിഷയത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെന്ന് പറയുമ്പം, എനിക്ക് റെഫറൻസിന് ആരും ഇല്ലെന്ന് പറയുമ്പോൾ പറയണം, സ്വർഗമേ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഓക്കെ, പക്ഷെ സ്വർഗം തൻ്റെ സൈന്യത്തെ എനിക്ക് വേണ്ടി ഒന്ന് ഇറക്കണം, ദൂതന്മാരെ എനിക്ക് വേണ്ടി ഒന്ന് ഇറക്കണം. എനിക്ക് ചെന്ന് പറയാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൂതന്മാർ എനിക്ക് വേണ്ടി ചെന്നൊന്ന് ചിലതൊക്കെ സംസാരിക്കുവാൻ, ചിലതൊക്കെ ക്രമീകരിക്കുവാൻ, ഈ ദിവസങ്ങളിൽ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മളൊക്കെ പഠിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാ പറയുന്ന ബലം ദൈവത്തിലുള്ള മനുഷ്യൻ അവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭാഗ്യവ പദവി എന്ന് പറയുന്നത് ഈസി അല്ല, കഷ്ടതയ്ക്കകത്ത് ഈ ഭാഗ്യ പദവിയൊക്കെ വെളിപ്പെട്ട് വരുന്നത്. അപ്പൊ കഷ്ടത വരുമ്പോൾ ദൈവം എനിക്ക് കഷ്ടത വേണ്ട എന്നൊന്നും പറയരുത്. അതിനകത്ത് സഭയെ വർദ്ധിപ്പിച്ച ദൈവം നമ്മളെയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കില്ലാത്ത കഷ്ടതയും പ്രതികൂലങ്ങളും നമ്മളെ തേടി വരുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, ആർക്കും ഇല്ലാത്തതൊക്കെ എന്നെ തേടി അങ്ങ് വരുവാന്നല്ലോ എന്നോർക്കും. എന്നാൽ അതിനകത്തൊക്കെയും വീണ് പോകുവാൻ ദൈവം ഇതുവരെയും അനുവദിച്ചില്ല. ജയത്തോടെ എഴുന്നേൽക്കുവാൻ, പിന്നത്തെ ഇതിലൊരു സാക്ഷ്യമാകുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയെങ്കിൽ, ഞാൻ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന വിശ്വാസത്തോടുകൂടെ പറയട്ടെ, കഷ്ടത വരുന്നത് നന്മയ്ക്കാ, പ്രതികൂലങ്ങളും കണ്ണുനീരും നന്മയ്ക്കാ, അത് അനുഗ്രഹത്തിനാ കേട്ടോ, തകർത്ത് കളയാനല്ല. പിന്നത്തെ ഇതിൽ നമ്മളെ മാനിക്കാനാ, വിശാലതയിലേക്ക് വരുത്തുവാനാ. അത് ചിലപ്പോൾ എപ്പോഴും ഭൗതികമായിട്ടായിരിക്കണമെന്നൊന്നുമില്ല, ആത്മീകമായിട്ട് നമ്മൾ എത്താത്ത ഇടങ്ങളിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ചില കഷ്ടതയിലും ഞെരുക്കങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോയി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാനുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ കരഞ്ഞ് മതിയെന്നൊന്നും ഏലിയാവിനെ പോലെ പറഞ്ഞു പോകാതെ, ദൈവമേ ഇതിനകത്തും സഹായത്തിനുള്ള കൃപ എനിക്ക് താ എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ ചോദിച്ചു മേടിക്കുവാൻ ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ദൈവം എങ്ങനെ തൻ്റെ ഭക്തന്മാരെ ബലപ്പെടുത്തുന്നു. മൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നോക്കി, അവിടെ ഇങ്ങനെ പറയുന്നു, മറിയെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു ഭാഗമാണല്ലോ, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ മറിയ നേരിടുന്ന ഒരു സാഹചര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ഒരു സ്ത്രീക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മറ്റൊരാളോട് പറയാൻ പറ്റാത്ത, വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പിന്നത്തേതിൽ മുഴുവനും കുറച്ച് വർഷങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ മറിയയുടെ ആയുസ് മുഴുവൻ മാത്രം നേരിടേണ്ടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിനകത്ത് മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെ സംഭവിക്കും? ദൂതന് ഉത്തരം കൊടുക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരും. രണ്ടാമത് പറയുന്ന വാക്കാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് സ്വയമായിട്ട് ബലപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും. ചില ഇടങ്ങളിൽ, ചില വിഷയങ്ങൾക്കകത്ത് ദൂതനല്ല ഇറങ്ങി വരേണ്ടത്. ചില വിഷയങ്ങൾക്കകത്ത് സർവശക്തനായ ദൈവം തന്നെ ഇറങ്ങി വന്നേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ വിഷയങ്ങൾക്കകത്ത് എഴുതിയൊരു വാക്യം, എന്നെ ഒത്തിരി ബലപ്പെടുത്തിയൊരു വാക്കാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിടും. എന്ന് വെച്ചാൽ ആ നിഴലിടുക എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? അത് ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിന് 34-35 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 34 and 35. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. മതി. നോക്കിയാൽ അവിടെ നമുക്ക് ആ നിഴലിട്ടു എന്ന വാക്കിന്റെ മീനിങ് നമുക്ക് മനസ്സിലാകും. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? മേഘം അവരെ നിഴലിട്ടു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആ മേഘത്തിനകത്ത് അങ്ങ് അവരായിപ്പോയി എന്ന് വെച്ചാൽ, അപ്പം നിഴലിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് ഓവർ ഷാഡോ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് കവർ ചെയ്യുക, നമ്മളെ അങ്ങ് പൊതിയുക. അപ്പം മറിയോട് ദൂതൻ പറഞ്ഞത് എന്തുവാ? മറിയെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് വെച്ചാൽ എന്തോ? അത്യുന്നതന്റെ ശക്തി നിന്നെ അങ്ങ് കവർ ചെയ്യും. ലോകം നിന്നെ പഴിച്ചാലും ദുഷിച്ചാലും എത്ര നിന്ന മുഴുവനും വന്നാലും നിന്നെ കവർ ചെയ്യുന്നത് വേറൊന്നുമല്ല, നിന്നെ കവർ ചെയ്യുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മളെ ഒക്കെ നമുക്ക് ബലപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലും ദൂതൻ ഇറങ്ങിയാൽ മാത്രം ഒക്കത്തില്ല എന്നുള്ള ഇടങ്ങളിലും അത്യുന്നതനായ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ അങ്ങ് പൊതിയുക. നമ്മൾ പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഈ അത്യുന്നതനായ ദൈവം വന്ന് നമ്മളെ ഒന്ന് പൊതിയും, അത്യുന്നതന്റെ ശക്തി നമ്മളെ വന്നൊന്ന് പൊതിയുമ്പം അവിടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ 9-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, മേഘത്തിനകത്ത് അവരായിരുന്നപ്പം മേഘത്തിനകത്തൂന്ന് അവരൊരു ശബ്ദം കേട്ടു, അല്ലയോ? അടുത്തത് എന്തു ചെയ്യണം എന്നുള്ളൊരു ശബ്ദമാണ് ആ ശിഷ്യന്മാർ കേട്ടത്. അപ്രകാരം തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മളിങ്ങനെ എടുക്കും. ആദ്യത്തെ അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വായിക്കുമ്പം 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സിസ്റ്റർ വാക്യം ഒന്ന് വായിക്കണേ. 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഭൂമി വാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. മതി. നോക്കിയേ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അവിടെ പ്രതീക്ഷയ്ക്ക് ഒന്നുമില്ലാത്തൊരു സാഹചര്യം, ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. പാഴും ശൂന്യവുമായി കിടന്ന ഒരു ഇടം. ആ ഇടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ദൈവത്തിന്റെ ആത്മാവുള്ള ഇടത്ത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം എന്താ പറഞ്ഞ്? വെളിച്ചം ഉണ്ടാകട്ടെ. വാക്യം പറയുന്നു, അതുപോലെ വെളിച്ചമുണ്ടായി. നോക്കിയേ, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് അത്യുന്നതനായ ദൈവം ചിലത് കൽപ്പിക്കുമ്പോൾ അവിടെ പുതിയ സൃഷ്ടി നടക്കും. പാഴും ശൂന്യവുമായി കിടക്കുന്ന ഇടത്ത് ദൈവം ചിലത് കൽപ്പിക്കുമ്പോൾ അവിടെ പുതിയ സൃഷ്ടി നടക്കും. മറിയയുടെ കേസിൽ നമ്മൾ വരുമ്പം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പം ദൂതൻ ഇങ്ങനെ പറയുന്ന, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ സംഭവിച്ചതും അതേ കാര്യമാണ്. ദൈവത്തിന്റെ ശക്തി വന്ന് അവളെ ഒന്ന് കവർ ചെയ്തിട്ട് ദൈവം അവിടെ ചിലതൊക്കെ ഒന്ന് കൽപ്പിക്കുക. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, വചനം പറയുന്ന, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതിന്റെ പ്രവൃത്തി അത് ഫുൾഫിൽ ചെയ്യാതെ അത് മടങ്ങി വരത്തില്ലെന്ന. അപ്പൊ അത്യുന്നതന്റെ ശക്തി ഒന്ന് കവർ ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ദൈവം ചിലത് കൽപ്പിക്കുമ്പം അവിടെ പുതിയത് ചിലത് സൃഷ്ടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പല ഇടങ്ങളിലും നമ്മൾ വീണു പോകുന്നത്, നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് നമുക്കൊരു പുതിയ വഴി തുറക്കാതെ വരുമ്പോഴാണ്. നമ്മളായിരിക്കുന്ന ഇടത്ത് ഇല്ലയോ, ചെങ്കടലിന്റെ മുൻപിൽ ജനം വന്ന് നിൽക്കുമ്പം അന്ന് അവർക്ക് വേണ്ടുന്നത് എന്തുവാ? ദൈവം എന്നെ ഒന്ന് ബലപ്പെടുത്തിക്കാന്നോ? അത് അല്ല വേണ്ടിയേ. ദൂതം വന്ന് എന്നെ ഒന്ന് ബലപ്പെടുത്തട്ടെ? അല്ല, അവർക്ക് അതല്ല വേണ്ടി. അവർക്ക് എന്തുവാ വേണ്ടിയേ? ആ ചെങ്കടലിനകത്തൊരു വഴി, ഇതുവരെ ആരും കേൾക്കാത്ത പുതിയൊരു കാര്യം, ഇല്ലയോ? ചെങ്കടലിനകത്തുനിന്ന് ഞങ്ങൾക്കൊരു വഴി ഒന്ന് തുറന്നേ. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവുള്ള ഇടത്ത്, ദൈവ സാന്നിധ്യമുള്ള ഇടത്ത്, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി വന്ന് കവർ ചെയ്യുന്ന ഇടത്ത് ദൈവം ചിലത് കൽപ്പിച്ചാൽ അത് അപ്രകാരം ചിലത് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, ഇല്ലയോ? യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അപ്പം പല സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടുന്നത് ചിലപ്പം പുതിയൊരു വഴിയായിരിക്കാം, പുതിയൊരു നന്മയായിരിക്കാം, ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം, അല്ലയോ? ഞാനായിരിക്കുന്ന ഇടത്തു നിന്ന് ഇവിടെ എനിക്ക് ഇനിയും ഇരിക്കാൻ ഒക്കത്തില്ലപ്പാ, എനിക്കൊരു വഴി തുറന്നേ ഒക്കൂ. ആ സാഹചര്യത്തിൽ നമ്മൾ ബലപ്പെടേണ്ടി, സ്വയം ബലപ്പെട്ടാൽ മാത്രം ഒക്കത്തില്ല. ദാവീദ് സ്വയം ബലപ്പെട്ടതുപോലെ മാത്രം ബലപ്പെട്ടാൽ ഒക്കത്തില്ല. ദൂതം വന്ന് തട്ടി ബലപ്പെടുത്തുന്നത് പോലെ ബലപ്പെടുത്തിയാൽ മാത്രം
ഒക്കത്തില്ല. അവിടെ നമുക്ക് വേണ്ടുന്ന വിടുതൽ ചിലത് പുതിയത് സൃഷ്ടിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ, പുതിയത് ചിലത് തുറന്നു വന്നേ ഒക്കത്തുള്ളൂ, അല്ലയോ? അങ്ങനത്തെ സാഹചര്യത്തിൽ ദൈവം തൻ്റെ ഭക്തനെ ബലപ്പെടുത്തുന്ന വിധമാണ് നമ്മൾ വായിച്ചത്. എങ്ങനെയാ? അത്യുന്നതന്റെ ശക്തി നമ്മളെ ഒന്ന് നിഴലിടും, നമ്മുടെ മേളിൽ ഒന്ന് നിഴലിടും. എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് കവർ ചെയ്തും നമ്മളെ അങ്ങ് പൊതിഞ്ഞിട്ട് വിട്ട് കളയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ കവർ ചെയ്യും, കൃപയിൽ നമ്മളെ പൊതിയും. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേളിലോട്ടൊന്ന് വരുമ്പം അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ചിലതൊക്കെ ഒന്ന് കൽപ്പിക്കും, നമുക്ക് വേണ്ടി ചിലതൊക്കെ സ്വർഗം കൽപ്പിക്കും. ആ കൽപ്പിച്ച് പുറപ്പെടുന്ന വാക്കിനകത്ത് നമ്മുടെ വിടുതൽ കാണും. ആ സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വെറുതെ അല്ല നമ്മൾ എഴുന്നേൽക്കുന്നത്, ചില പുതിയ നന്മകളുമായിട്ട് നമ്മൾ എഴുന്നേൽക്കത്തുള്ളൂ. ആ നന്മയുമായിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തി പിന്നെ പണ്ടത്തേതുപോലെ ഇരിക്കത്തില്ല, ഒന്നുകൂടെ ബലപ്പെട്ട് എഴുന്നേൽക്കത്തുള്ളൂ. കാരണം തനിക്കറിയാം എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ജീവനുള്ള ദൈവം ഇന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളും ആ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിന്നത് അവര് വഴി തെറ്റിയൊന്നും അല്ല ചെങ്കടലിന്റെ മുൻപിൽ പോയത്. ആ 14-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പം ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ക്ലിയർ ആയിട്ട് അവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇതിലേ പോകണം, ഈ സമുദ്രത്തിന് മുൻപിൽ നിങ്ങൾ വന്ന് പാളയം ഇറങ്ങി. ദൈവമാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ പോയി ഇരിക്കണം എന്നുള്ളതാ. അവിടെ ദൈവം പറഞ്ഞിട്ട് പോയതാണെങ്കിൽ ചെങ്കടലിനകത്ത് വഴി തുറക്കേണ്ട ഉത്തരവാദിത്വം നിന്റെ അല്ല, ദൂതന്റെ അല്ല, പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ ഉത്തരവാദിത്വം. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വഴി തുറക്കേണ്ടത്. ആ സാഹചര്യത്തിനകത്ത് അത്യുന്നതന്റെ ശക്തി വന്ന് നമ്മളെ ഒന്ന് മൂടും. നമുക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ ഒന്ന് കൽപ്പിക്കും. ആ പറയുന്ന വാക്കിനകത്ത് ചില ചെങ്കടലൊക്കെ വഴി മാറി ചില പുതിയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. പ്രൈസ് ദി ലോർഡ്. അതാ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്ന, അതിപ്പോൾ ഉത്ഭവിക്കും. എന്ന് വെച്ചാൽ അതിതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ വെറുതെ ഒന്നും പറയുവല്ല കേട്ടോ, ചിലരെ നോക്കിയാണ് ഞാൻ പറയുന്നത്. നമ്മളായിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് ദൈവം എന്നെ ബലപ്പെടുത്താൻ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രാർത്ഥനയുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടുന്നത് ഒരു പുതിയ വഴിയാ, ഒരു ബ്രേക്ക് ത്രൂ. ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയട്ടെ, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേലിലൊന്ന് നിഴലിട്ടിട്ട് അത്യുന്നതൻ നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ഒന്ന് കൽപ്പിച്ച് വാക്കിനാൽ സകലതും ഉളവായെങ്കിൽ അന്ന് കൽപ്പിച്ചുണ്ടാക്കിയത് സകലതും ഇന്നും നിലനിൽക്കുന്നു. അപ്രകാരം തന്നെ സൂര്യനും ചന്ദ്രനും സകലതും നിലനിൽക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ കൽപ്പിച്ചാൽ പുതിയതായിട്ട് ഉത്ഭവിക്കാതിരിക്കുമോ? ഈ ദിവസങ്ങളിൽ ആ വിശ്വാസത്തെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തോടൊന്ന് പറഞ്ഞ്, ദൈവമേ എനിക്കൊന്ന് ബലപ്പെടണം, അങ്ങിൽ എനിക്കൊന്ന് ബലപ്പെടണം. ഇന്ന് എനിക്ക് ബലപ്പെടാൻ സ്വയമായിട്ടല്ല, ദൂതം വന്ന് ബലപ്പെടുത്തിയിട്ടല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ചിലതൊക്കെ ഒന്ന് തുറന്ന് തന്നെ നോക്കൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചിലർക്ക് വേണ്ടി സ്വർഗം ചിലതൊക്കെ കൽപ്പിച്ച്. ഇല്ല, പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒരു കൃഷിക്കാരൻ താൻ വിത്ത് വിതയ്ക്കുന്നു, താൻ പോയി കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ വിത്ത് തനിയെ പൊട്ടിമുളയ്ക്കുന്നതാ താൻ കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്ന കൃഷിക്കാരൻ അറിയത്തില്ല, അത് സ്വയമായിട്ട് പൊട്ടിമുളച്ചതുപോലെ നമുക്ക് അറിയാത്ത ഇടങ്ങളിൽ, പാഴും ശൂന്യവുമായി കിടക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന് പരിവർത്തിച്ച് അത്യുന്നതന്റെ ശക്തി ഒന്ന് നിഴലിട്ട് ചില പുതിയ സൃഷ്ടി നമുക്ക് വേണ്ടി ദൈവം ചിലതിനെ സൃഷ്ടിക്കും. അത് പുതിയ വഴികളാകാം, പുതിയ നന്മകളാകാം, നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടുന്ന ചിലത്, ഇന്നലെ വരെ കാണാത്ത ചിലതിനെ ദൈവം ഇന്ന് കൽപ്പിച്ച് പുതിയതായിട്ട് സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരിന്റെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും വീണു പോകുമ്പം ദാവീദിനെ പോലെ സ്വയം ഒന്ന് ബലപ്പെട്ട് എഴുന്നേറ്റോണം കേട്ടോ. ക്ഷീണിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് എൻ്റെ പാറയാ, അങ്ങ് എൻ്റെ രക്ഷ, ഞാൻ പെരുവെള്ളത്തിന്റെ അകത്തൂടൊക്കെ പോയാലും അതിനെന്നെ മുക്കിക്കളയാൻ ഒക്കത്തില്ലെന്ന് ദൈവത്തിന്റെ പ്രോമിസ് ആണെങ്കിൽ, ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിച്ച് എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പറ്റാത്ത ഇടങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കും. ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെയും രാജാതി രാജാവിൻ്റെ മക്കളെങ്കിൽ ആ സ്വർഗത്തിന് മുഴുവൻ സൈന്യവും നമുക്ക് വേണ്ടി ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവമേ, ഗോലിയാത്ത എൻ്റെ മുൻപിൽ നിൽക്കുന്നത് വലിയൊരു മല്ലന എന്നൊന്ന് പറഞ്ഞിരിക്കരുത്. ആ മല്ലൻ നോക്കുമ്പം, ആ മല്ലൻ നമ്മളെ കാണുമ്പം ദാവീദ് ഒരു ചെറിയ ദാവീദിനെ അല്ല ആ മല്ലൻ കാണുന്നത്, പുറകിൽ നിരന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെയാ ആ മല്ലൻ കാണുന്നത്.
കാണുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മളെ ഒക്കെ നാം പലപ്പോഴും ശത്രുവിനെ കണ്ട് പേടിച്ചങ്ങ് ഇരിക്കുമ്പോൾ ഓർത്തോണം, ആ ശത്രു ഇന്നും തൊടാതെ അടുക്കാതിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മുടെ ബലത്തിലല്ല, ശത്രുവിനെ പേടിപ്പിക്കാനേ ഒക്കത്തുള്ളൂ. നമ്മളെ തൊടാൻ അധികാരമില്ല, വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മിടുക്കല്ല. നമ്മൾക്ക് ചുറ്റിനും സ്വർഗത്തിന്റെ സൈന്യമുണ്ട്, നമ്മളെ കവർ ചെയ്യുന്ന അത്യുന്നതന്റെ ശക്തിയുണ്ട്. നമുക്ക് വേണ്ടി ചിലതൊക്കെ പറഞ്ഞ് കൽപ്പിച്ച് പുതിയതായി ദൈവത്തിന് ഇന്നും പുതിയതായിട്ട് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യട്ടെ. നമുക്ക് വേണ്ടി ഇന്നും ദൈവത്തിന് ഒറ്റ വാക്കും കൊണ്ട് ചിലതൊക്കെ സൃഷ്ടിക്കുവാൻ കഴിയും. ആ വാക്ക് ഇന്നങ്ങ് അക്സെപ്റ്റ് ചെയ്തോണ്ട് എനിക്ക് വേണ്ടി ഇന്നും ദൈവം ഒന്ന് കൽപ്പിച്ച് ചിലതൊക്കെ സൃഷ്ടിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിലൊന്ന് ബലപ്പെടുവാൻ നമുക്കൊന്ന് പഠിക്കാമല്ലോ. നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ഈ എൻ്റെ ലൈഫ് തീർന്നെന്ന് പറയുന്ന ആ വാക്കുകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിലൊന്ന് ബലപ്പെടുവാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഒന്ന് അനുഭവിക്കുവാനും പൗലോസ് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നറിയുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരട്ടെ. ആ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോകുമ്പം അതിനകത്ത് ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയോട് അടുത്ത് വരുന്നു. ഏത് സമയത്തും ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് തന്ന അധികാരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാൻ ഞങ്ങൾ കൃപാസനത്തോട് അടുത്ത് വരുന്നപ്പ ഇന്ന് സന്ധ്യാസമയത്തും ഈ മീറ്റിങ്ങിൽ കയറിയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബലപ്പെടേണ്ട ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വന്ന് ബലപ്പെടുത്തുവാനും, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ചെന്ന് സംസാരിക്കേണ്ട ഇടങ്ങളിൽ ദൂതനെ അയച്ച് ദൈവം സംസാരിക്കുവാനും, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി വഴികളെയൊക്കെ തുറക്കുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് പുതു വഴികളും പുതിയ നന്മകളും ഒരു ബ്രേക്ക് ത്രൂ വേണ്ടുന്ന ഇടത്ത്, ഒരു ഡെലിവറൻസ് വേണ്ടുന്ന ഇടത്ത് സ്വർഗമേ ഈ ദിവസങ്ങളിൽ അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മേളിലൊന്ന് നിഴലിടുവാനും, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പം തന്നെ പാഴും ശൂന്യവുമായി കിടക്കുന്ന ഇടങ്ങളിൽ ചില പുതിയ സൃഷ്ടി ദൈവം കൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ, പുതിയതായിട്ട് ചിലത് ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ അല്ല, ചില പുതിയ വഴികളിലേക്ക് ഒരു പുതുമയിലേക്ക് കയറുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ഭാഗ്യ പദവിയിലേക്ക് കയറി നിൽക്കുവാൻ ഈ ജനത്തെയും അങ്ങ് ബലപ്പെടുത്തണമേ. അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൽ ബലം പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുവാൻ കർത്താവേ, ഞങ്ങളുടെ ബലം കൊണ്ട് ഞങ്ങൾക്ക് ഒക്കത്തില്ല. ഞങ്ങളുടെ എതിരെ നിൽക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. എന്നാൽ അതിൻ്റെ നേരെ കർത്താവ് ദൈവത്തിന് നാമം ചൊല്ലി പാഞ്ഞു ചെല്ലുവാനും ചിലതിനെയൊക്കെ മറികടക്കുവാനുമുള്ള കൃപ സ്വർഗം ഞങ്ങൾക്ക് തരണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന ഓരോരുത്തരെയും സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരുടെ സാഹചര്യങ്ങളൊക്കെയും ദൈവം അറിയുന്നല്ലോ. അവരുടെ കൂടെ ഇരുന്ന് കർത്താവ് അവർക്ക് വേണ്ടുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സമയം സർവശക്തനായ ദൈവം തന്നെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചിലത് പുതിയതായിട്ട് സ്വർഗം ചെയ്യുവാൻ, നാളത്തേതിൽ അതൊരു സാക്ഷ്യമാകുവാൻ, യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവപ്രവർത്തികളെ കാണുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവര്, ഈ മീറ്റിങ്ങിനെ കണ്ടക്ട് ചെയ്യുന്നവര്, ഈ ലൈൻ പ്രെയർ ലൈനിനെ ഓർഗനൈസ് ചെയ്യുന്നവര്, എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല നന്മകളാലും അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. വൻ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് വരുന്ന വൻ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കുമല്ലോ. നന്ദി അർപ്പിക്കുന്നു. സകലതും ജീവനുള്ള യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. God bless you.